സാമൂഹിക സേവന പ്രവർത്തനങ്ങളുമായി ആംഗ്ലോ ഇന്ത്യൻ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി ലോക ആംഗ്ലോ ഇന്ത്യൻ ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടത്തി. പ്രസിഡന്റായി ഡോക്ടർ ചാൾസ് ഡയസും സെക്രട്ടറിയായി ഔബ്രെ റോഡ്രിക്സും തെരഞ്ഞെടുക്കപ്പെട്ടു. 1965 സ്ഥാപിതമായ ആംഗ്ലോ ഇന്ത്യൻ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി കേരള ഇന്ന് നിരവധി സാമൂഹിക പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. ഓരോ വർഷവും 300ഓളം വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്, മുതിർന്ന പൗരന്മാർക്ക് പെൻഷൻ, കൂടാതെ വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങൾ എന്നിവയും നടത്തിവരുന്നു. സുമനസുകളുടെ സഹകരണത്തോടെയാണ് ഈ പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തുന്നതെന്ന് പാട്രൺ ജെയിംസ് എജ്കന്ദർ പറഞ്ഞു. നമ്മുടെ സമുദായത്തിലെ പല ഡോക്ടേഴ്സ്, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ, നഴ്സിംഗ് അവർക്കെല്ലാം ഞങ്ങളുടേതായ രീതിയിലുള്ള ഒരു സഹായഹസ്തം ഞങ്ങൾക്ക് നീട്ടാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഏകദേശം 250 മുതൽ 300 സ്റ്റുഡൻസിന് എവറി ഇയർ സ്കോളർഷിപ്സ് കൊടുക്കുന്നുണ്ട്. അത് കൂടാണ്ട് അണ്ടർ അവർ ഓസ്പീഷ്യസ് ഒരു 50 സീനിയർ സിറ്റിസൺസിന് പെൻഷൻ, അതുപോലെ തന്നെ പല ചാരിറ്റി ആക്ടിവിറ്റീസ് ലൈക്ക് ഐ ക്യാമ്പ്, മെഡിക്കൽ അസിസ്റ്റൻസ്, മാരേജ് അസിസ്റ്റൻസ് എന്നിവ ഈ സംഘടനയിലൂടെ കൊടുക്കുന്നുണ്ട്. ലോക ആംഗ്ലോ ഇന്ത്യൻ ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെ അധികാര കൈമാറ്റ ചടങ്ങും നടത്തി. പ്രസിഡന്റായി ഡോക്ടർ ചാൾസ് ഡയസും സെക്രട്ടറിയായി ഓബ്രെ റോഡ്രിക്സും തെരഞ്ഞെടുക്കപ്പെട്ടു. വൈസ് പ്രസിഡന്റ് മോനിക്ക എസ്മി ഡ്യൂറോം, ജോൺസൺ ഡിക്കോത്തോ, ജോയിന്റ് സെക്രട്ടറി പീറ്റർ ലെസ്ലി ഒലിവർ, സൊസൈറ്റി ആദ്യകാല മെമ്പർ ക്രിസ്റ്റഫർ റോഡ്രിക്സ്, ജെറാൾഡ് ഡിസോസ, ട്രഷറർ ഗ്ലെൻഡി റൊസാരിയോ എന്നിവർ പങ്കെടുത്തു. The Anglo-Indians in India are part and parcel of the Indian citizens. We love our country. So many of us sacrificed their lives for India in the wars after independence. Still they are continuing, and many other heroes, war heroes, are still there living with Paramavira Chakra, Vishishta Seva Medal, and there are Chief of Naval Staff Admiral Pereira from Kerala. Then recently, you know that Congo fame, General Norona and many others. So the community is proud that they are Indians. ന്യൂസ് ബ്യൂറോ, എറണാകുളം. രുചിയിൽ വ്യത്യസ്തത തേടി പോകുന്ന മലയാളികൾക്കൊപ്പമാണ് എന്നും നമ്മുടെ സോൾട്ട് റെസ്റ്റോറന്റ്. ഇനി മുതൽ പുതിയ രുചികളുടെ മേളമൊരുക്കി സോൾട്ട് കാക്കനാട് വരുന്നു. ഈ വരുന്ന ജൂലൈ 11 മുതൽ കാക്കനാട് ഇൻഫോ പാർക്കിന് മുന്നിലുള്ള ഗ്രാൻഡ് സെന്ററിൽ നമ്മുടെ സോൾട്ടിന്റെ പുതിയൊരു ഔട്ട്ലെറ്റ് വരാൻ പോവാണ്. അപ്പൊ ഡേറ്റ് മറക്കണ്ട, ജൂലൈ 11 നമുക്ക് കാക്കനാട് സോൾട്ടിൽ വെച്ച് കാണാം.